എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ജെഇമെയിൻ 2024 റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അടുത്ത ഒരു ടോപ്പറിനെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അമീൻ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, എന്ത് തോന്നുന്നു? ഇത്ര നല്ലൊരു റാങ്ക് കിട്ടിയപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു ഇത്ര നല്ല റാങ്ക് ഒക്കെ കിട്ടുമെന്ന്? എക്സാം കഴിഞ്ഞപ്പം മാർക്ക് നോക്കിയപ്പോൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു റാങ്ക് കിട്ടുമെന്ന്. ഇത് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു നല്ല റാങ്ക് കിട്ടിയത്. അപ്പോൾ അമീൻ, ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എവിടെയാണ് വീട്, വീട്ടിലാരൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ? വീട് കണ്ണൂർ കൂത്തുപറമ്പാണ്. എൻ്റെ ഫാദർ ഗൾഫിൽ ജോലിയാണ്, ഉമ്മ ഹൗസ് വൈഫ്. ഞാൻ പഠിച്ചത് GHSS കൂത്തുപറമ്പ്, ബ്രില്യന്റിന്റെ ഹൈബ്രിഡ് ഓൺലൈൻ ബാച്ചിലായിരുന്നു 2 വർഷം. എക്സാമിനൊക്കെ ശേഷം വീട്ടിൽ നിന്നൊക്കെ വിളിച്ചപ്പോൾ അവരെന്ത് പറഞ്ഞു? അവർ പ്രതീക്ഷിച്ചിരുന്നോ ഇത്ര നല്ല റാങ്ക് ഒക്കെ കിട്ടുന്നു? അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു? ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കഴിഞ്ഞ 2 വർഷം ഇതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടിയില്ല. അപ്പൊ അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു മോനെ 2 വർഷം അത്യാവശ്യം നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അവര്? എല്ലാവരും കുഴപ്പമില്ലാത്ത പ്രതീക്ഷയിലായിരുന്നു. എക്സാം കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റുകൊണ്ട് എല്ലാവരും നല്ല പ്രതീക്ഷയിലായിരുന്നു. മോനെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ രീതികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയപ്പം? ഏത് തരത്തിലാണ് മോനെ ഹെൽപ്പ് ചെയ്ത് ഈ ഒരു നല്ല റാങ്ക് കിട്ടാൻ? ശരിക്കും വളരെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. +1 തുടങ്ങുമ്പോഴുള്ള ഞാനായിരുന്നില്ല +2 കഴിഞ്ഞപ്പോഴുള്ളത്. കുറെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെയാണ് ഈ നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയത്. മോൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പ്രിപ്പറേഷൻ സ്റ്റൈൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്? കാര്യം നമ്മുടെ ഒരു സ്കൂളിങ്ങിലെ പഠിത്തം പോലെ അല്ല ഈ എക്സാമിന് വേണ്ടത്, അല്ലേ? അപ്പം വേറൊരു പാറ്റേൺ തന്നെയാണ്. നമ്മൾ സ്കൂളിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കുറച്ച് ബ്രീഫായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ എന്നാൽ ഒബ്ജക്റ്റീവാണ്. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു മോൻ്റെ ഈ ഒരു സെപ്പറേറ്റ് ഒരു പഠിക്കുന്ന രീതികളൊക്കെ എങ്ങനെയായിരുന്നു? കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു മെയിനായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അതുപോലെ എക്സാംസിനും കൂടുതൽ പ്രാധാന്യത കൊടുത്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് എക്സാംസ് ചെയ്യുകയും പിന്നെ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന മിസ്റ്റേക്സ് പഠിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു ഈ എക്സാം എഴുതിയിട്ട്, അല്ലേ? എങ്ങനെയാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ IIT എന്നുള്ളൊരു ആഗ്രഹം മോനെ ഇത് എവിടെ നിന്നാണ് ആദ്യം തോന്നിയത്? എപ്പോഴാണ് അത് തോന്നിയത്? ശരിക്കും അതൊരു 10th സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് ഒരു IIT പഠിക്കണം എന്ന് തോന്നിയത്. അത് മെയിൻലി ഇപ്പം IIT-യിലുള്ള ലൈഫ് അടിപൊളിയായിരിക്കും എന്നുള്ള രീതിയിൽ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് മോൻ്റെ അടുത്ത് ഇപ്പോൾ കസിൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സീനിയേഴ്സ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ IIT-യിൽ പഠിച്ചാലുള്ള ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? ഞാൻ കൂടുതലും യൂട്യൂബ് വീഡിയോസിൽ ഇങ്ങനെ പല ആൾക്കാരുടെയും IIT-യിലുള്ള ലൈഫ് കണ്ടിട്ടാണ് പിന്നെ ഇൻസ്പയർ ആയി. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ഒരു അങ്ങനെ ഏത് IIT-യിലാണ് ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിക്കാൻ ചാൻസ് എന്ന് അങ്ങനെ വല്ലതും നോക്കി വെച്ചിട്ടുണ്ടോ? പ്രീമിയർ IIT-യിൽ പഠിക്കണം തന്നെയാണ് ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്നത്. ജി അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഈ IIT-യിൽ കയറി കഴിയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അവിടെ കിട്ടുന്ന ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്, അല്ലേ? അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇങ്ങനെ IIT-യിൽ പോകുമ്പോൾ ഏത് കോഴ്സിലേക്കാണ് ഒരു ചെറിയൊരു താല്പര്യം തോന്നുന്നത്? ഇപ്പോൾ അങ്ങനെ നോക്കുന്നുണ്ടോ? കമ്പ്യൂട്ടർ സയൻസ് തന്നെ കിട്ടിയാൽ കൊള്ളാമെന്നാണ് ആഗ്രഹം. അപ്പോൾ ജി അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു? ജി അഡ്വാൻസിന്റെ ഇപ്പം ഫൈനൽ സ്റ്റേജിലാണ് ഉള്ളത്. ഇപ്പം കൂടുതലായിട്ട് എക്സാംസ് ചെയ്തതാണ്. പരമാവധി ക്വസ്റ്റ്യൻസിൽ പ്രാക്ടീസ് ചെയ്യാണ്. മോൻ എങ്ങനെയായിരുന്നു മോനെ? അതായത് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും എങ്ങനെ ഏത് തരത്തിലുള്ള പ്രിപ്പറേഷനാണ് സെപ്പറേറ്റ് ആയിട്ട് സബ്ജക്റ്റിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്? 3 സബ്ജക്റ്റിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തത്. മാത്സ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. പിന്നെ മാത്സ് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുകൊണ്ട് കൂടുതൽ ഡെപ്തിൽ പ്രിപ്പയർ ചെയ്യാറുണ്ടായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ, അതായത് കുഴപ്പമില്ലാത്ത ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബ്രില്യന്റിന്റെ ത്രൂ ഔട്ട് സപ്പോർട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രില്യന്റിന്റെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. എസ്പെഷ്യലി എൻ്റെ ക്ലാസ് ടീച്ചർ അമിത് സാർ നല്ല സപ്പോർട്ടായിരുന്നു തുടക്കം മുതലേ ലാസ്റ്റ് വരെ. സാറിൻ്റെ സപ്പോർട്ട് ശരിക്കും ഈ ഒരു നല്ല റാങ്കിലെത്താൻ വേണ്ടി വളരെ സഹായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനിയും ജെ അഡ്വാൻസിന് നല്ല അടിപൊളി മാർക്ക് ലഭിക്കട്ടെ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ജെ അഡ്വാൻസിനും ഇതുപോലെ നല്ല അടിപൊളി റാങ്ക് മേടിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.